സദസ്സില് സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശ നാമത്തിന് സ്നേഹമുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏൽക്കാത്ത മനുഷ്യൻ ആരുമേ ഇല്ല. അന്ന് ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ നിർഭയമായിട്ട് നമുക്ക് മുന്നേറി ജീവിക്കാം. ഇതുപോലെ ദൈവ കരുതൽ പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കഥയാണ് ഞാൻ എൻ്റെ കഥയിലേക്ക് ഇന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കഥയുടെ പേര് ദൈവം തന്ന കുപ്പായം, ദൈവം നൽകിയ കുപ്പായം. എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സ്വാഗതം ചെയ്യണം. ഇവിടെ സ്വാഗതം ചെയ്യണം. രാവിലെ വഞ്ചി അല്ലെങ്കിൽ വള്ളം തഴഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ ഈ ചിന്ത വന്നത്. നാളെ ഈ സമയത്ത് ഭയങ്കര തണുപ്പാണല്ലോ, തടി മുഴുകുന്ന തണുപ്പ്, മരം മുഴുകുന്ന തണുപ്പിൽ ഞാൻ എങ്ങനെ ഒരു കമ്പിളി കുപ്പായം ഇല്ലാതെ നാളെ ജോലി ചെയ്യും? ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എങ്ങനെ മരുന്ന് മേടിച്ചു കൊടുക്കും? ആ കുഞ്ഞു പൈതല് ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ പപ്പ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മ ഒരു രോഗിയാണ്. ഈ കുഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് ആ കിട്ടുന്ന കാശ് വെച്ചിട്ടാണ് അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നതും നല്ല വിധമായ ഒരു ആഹാരം കഴിച്ചിട്ട് നാളുകൾ ഏറെയായി. അങ്ങനെ കഷ്ടപ്പെട്ട് ഉള്ളത് കൊണ്ട് ജീവിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കുഞ്ഞിൻ്റെത്. മാർട്ടിൻ 14 വയസ്സുകാരൻ. ഈ കുഞ്ഞിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മരിച്ചുപോയ അച്ഛനും രോഗിയായ ഒരു അമ്മയും ചെറ്റക്കുടിയിലും അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം നഷ്ടമായ ആ ഒരു നൊമ്പരം മാത്രം. ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അമ്മയോട് ഈ വിഷമം പറഞ്ഞു. അമ്മ, നാളെ ഞാൻ എങ്ങനെയാ വഞ്ചി തുഴയാൻ പോകുന്നത്? അക്കരയ്ക്ക് ആൾക്കാരെ എത്തിക്കണം, പക്ഷെ ഭയങ്കര തണുപ്പാണ്. നിസ്സഹായയായ അമ്മ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ ഭവനത്തിലെ ഭാരങ്ങൾ മൊത്തം ഏറ്റെടുത്ത് നടക്കുന്ന ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് സഹായതയോട്, എന്റെ പൊന്നോമനെ നീ വിഷമിക്കണ്ട, ദൈവം കരുതിയിട്ടുള്ളൂ, ദൈവം നിനക്ക് വേണ്ടി കരുതും എന്ന് പറഞ്ഞ് അവർക്കുള്ളത് കഴിച്ചൊരു പ്രാർത്ഥിച്ച് അന്ന് രാത്രി ഉറങ്ങി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് കുറേ ദിവസം കഴിഞ്ഞപ്പം അടുത്ത ദിവസങ്ങളായപ്പോൾ ആ വഞ്ചിയിലെ ഇങ്ങനെ യാത്രക്കാരെ കൊണ്ട് അക്കരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവന്റെ കണ്ണ് ആ വഞ്ചിയിൽ ഇരിക്കുന്ന ഒരു മുറിയിൽ കണ്ണു വരുന്നു. അവൻ ഓടിച്ചെന്ന് അതെടുത്ത് നോക്കിയപ്പം അതൊരു കുപ്പായം, കമ്പിളി കുപ്പായമായിരുന്നു. അവനത് വെച്ച് നോക്കിയപ്പം അവന് കറക്റ്റായിട്ട് ചെയ്യുന്നു. അവൻ കണ്ണിൽ ആശ്ചര്യത്തോടു കൂടി അവൻ നോക്കി, ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നല്ലോ, അതായിരിക്കും എന്നുള്ള സന്തോഷം. എന്നാലും അടുത്ത നിമിഷം അവനൊരു വ്യാകുലത വന്നു. ഇനി ഏതെങ്കിലും യാത്രക്കാർ ഇതിനു വേണ്ടി വരുമോ? യാത്രക്കാര് അത് തിരികെ വാങ്ങിക്കാനായിട്ട് കടന്നു വന്നാൽ ഞാനത് വെച്ചുകൊണ്ടിരുന്നത് ശരിയല്ലല്ലോ. അടുത്ത നിമിഷം തന്നെ അവനത് അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് കാലത്തോടും പ്രയാസത്തോടും ഇരുന്നു. അന്ന് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ വരെ അവനത് കാത്തിരുന്നു. ഒരു മനുഷ്യനും വന്നില്ല. അവൻ ആഹ്ലാദത്തോടു കൂടി അതെടുത്തോണ്ട് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മ അന്ന് പറഞ്ഞില്ലേ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന്? അവന്റെ അമ്മയെ എനിക്ക് വേണ്ടി ഒരു കുപ്പായം എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ട് കാണിച്ചപ്പോൾ അവന്റെ അമ്മയുടെ കണ്ണ് ആശ്ചര്യത്തോടെ നോക്കി. കാരണം അവന് വേണ്ടി തുന്നിയതുപോലെ അവന്റെ അതേ ആളുടെ രൂപത്തിലുള്ള ഒരു കുപ്പായമായിരുന്നു. അന്നേരം എങ്കിലും അമ്മ പറഞ്ഞു, മോനെ, അത് ആരെയാന്ന് നമുക്ക് അറിയില്ല, ദൈവം നമുക്ക് വേണ്ടി കരുതലാണെന്നോ അല്ലയോ നമുക്കറിയില്ലല്ലോ. നാളെ മോൻ പോയി ആ വഞ്ചിയിൽ തന്നെ അത് വെക്കണം, അതിന് ഉടമസ്ഥൻ നാളെ വരുമാനിക്കും, അത് എടുത്തോണ്ട് പോകും. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നത് പാപമല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് ഇരിക്കട്ടെ, കർത്താവെല്ലാം അറിയുന്നു, നീ ചെന്നിട്ട് അത് വെക്കണം പറയും. ഇപ്പൊ കുഞ്ഞു പറയും, ഇല്ല അമ്മേ, എനിക്ക് വേണ്ടി ഉള്ളതാ, അത് എന്റെ അളവിന് തന്നതാ, അമ്മയല്ല അമ്മേ കർത്താവ് യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി കരുതുമെന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ ദൈവം എനിക്ക് തന്നതാ, ഇത് ഞാൻ കൊടുക്കില്ല. പിന്നെ അമ്മ പറയുന്നത് കേട്ടിട്ട് ചാട്ടയും കാണിക്കാതെ പിന്നെ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി മനം തുറക്കുന്ന വേദനയോടുകൂടി ഉറങ്ങാൻ കഴിയാതെ വേണം ഭയങ്കര ഭാരത്തോടെ എങ്ങനെയോ രാവിലെ വെപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ പറഞ്ഞതല്ലേ, അതനുസരിച്ചുകൊണ്ട് കുഞ്ഞ് അവിടെ ചെന്ന് അത് വെച്ചിരുന്നു, വഞ്ചിയിൽ കൊണ്ട് വെച്ചു. യാത്രക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ആഹ്ലാദത്തിന്റെ ഒരു ശബ്ദമുണ്ട്, മോനെ നീ അത് കണ്ടിരുന്നോ? ഈ കവർ നീ നോക്കിയിരുന്നോ? എന്തുവാണ് നീ കണ്ടോ? അപ്പൊ അവൻ പറയും, ഒരു കമ്പിളി കുപ്പായം. അത് നിനക്കാ, നീ അത് എടുത്തോ. ഞാനത് ഇന്നലെ എന്റെ മകന് വേണ്ടി ഞാൻ തുന്നിക്കൊണ്ട് വന്നതാ, പക്ഷെ ഞാൻ ഈ വഞ്ചിയിൽ വെച്ച് മറന്നുപോയി. മകന് വിഷമാവണ്ടെന്ന് വിചാരിച്ച് സങ്കടമാവാതിരിക്കാനും വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം അവന് വാങ്ങിച്ചു കൊടുക്കും. ഇത് നീ എടുത്തോ, ഇത് നിനക്ക് ഉപകാരമായിട്ടിരിക്കട്ടെ. അത് കേട്ടതും അവൻ ദൈവത്തെ സ്തുതിച്ച് ആഹ്ലാദത്തോടു കൂടി നൃത്തം ചെയ്ത് ദൈവം എനിക്ക് വേണ്ടി കരുതി. അവൻ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് അക്കരെ എത്തി അമ്മയ്ക്കുള്ള മരുന്നും മേടിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മേ, ദൈവം എനിക്ക് വേണ്ടി കരുതി അമ്മേ, ഇത് എനിക്ക് വേണ്ടി ഞാൻ തന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, മോനെ, ദൈവം ഒരിക്കൽ കൂടെ നമ്മളോട് കരുണ കാണിച്ചു. ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നമ്മുടെ 1 പത്രോസ് 5:7 പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താ
എടുത്തുകൊള്ളുവിൻ, ഞാൻ അതേ പുലർത്തിക്കൊള്ളാം. കാസ്റ്റ് ഓൾ യുവർ ബർഡൻ അൺടു ജീസസ് ഫോർ ഹി കെയർസ് ഫോർ യു. നമ്മുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും വേളകളിലും നമ്മുടെ ദൈവസന്നിധിയിൽ പകരുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം നമുക്ക് മറുപടി തരും. അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കുറെ കമ്പിളികൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഇറങ്ങുന്ന അവസ്ഥയിൽ ദൈവം നമുക്ക് വേണ്ടി എത്രയോ വഴികൾ തുറന്നു തന്നിട്ടുണ്ട്, എത്രയോ കമ്പിളി കുപ്പായങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? ഈ ലോകത്തിൽ നമ്മൾ നാളെ എന്തായി തീരുമെന്നുള്ള ഒരു പ്രയാസവേളയിലായിരിക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക. കാരണം നമുക്ക് നാളുകൾക്ക് മുമ്പ് ചെയ്ത, ഇന്നലെ മാത്രമല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, ഇന്നലെ തരുന്നവനല്ല, ഇന്നും നാളെയും അനന്യമായി നമ്മളെ കൂടെ ഉണ്ടാക്കി നമുക്ക് വേണ്ടി കരുതാൻ നമ്മുടെ ഒരു കർത്താവ് യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ആ കുഞ്ഞാന്ന് രാത്രി സ്വസ്ഥമായി ഉറങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കഥ